നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ വീട്ടിനകത്തുനിന്ന് മണ്ണ് വാരി എടുക്കാൻ പറ്റുന്ന അവസ്ഥ എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിള്ളേർ കളിയാക്കും മക്കളെ എന്ത് പറയും ഉണ്ടോ? ചെറ്റപ്പുര എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടല്ലേ. ഈ കൈ ഒന്ന് നോക്കിക്കേ, ഈ കൈയുടെ അവസ്ഥ നിങ്ങൾ കാണണം. 11ഉം 13ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ളത്. അവർ കഴിയുന്ന വീടാ നിങ്ങൾ ആലോചിച്ച് നോക്കണതാ. നോക്കി, ഒറ്റ ചവിട്ടിന് തുറന്നു പോകുന്ന രീതിയിലുള്ള പ്ലൈവുഡ് വെച്ചിട്ടുള്ളതാ. കണ്ടോ, പ്ലൈവുഡ് വെച്ചിട്ടുള്ള കഥവുള്ള വീട്. ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, ഒരാൾ വന്നിട്ട് കൈയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരു തീപ്പട്ടിക്കൊള്ളി ഉറച്ച് വീട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കത്തി ചാമ്പലായി പോകും. അന്ന് ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ഈ 4 പേരിനകത്ത് ഉണ്ടായിട്ട് അവരുടെ ജീവൻ കളഞ്ഞിട്ട് അവരുടെ ജീവൻ ഇല്ലാതായിട്ട് ഇവിടെ കിടന്നിട്ട് പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ നിൽക്കുന്ന ഈ മരമൊക്കെ ഒന്ന് എന്തെങ്കിലും കാറ്റടിച്ചിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടോ ഇതൊന്നും മറിഞ്ഞ് ഇതിന്റെ പുറത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ ആര് വന്ന് ഇതിന് സമാധാനം പറയും? ഹലോ മീഡിയ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അൽത്താഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശാർക്കര വില്ലേജിൽ ചിറയൻകീഴ് പഞ്ചായത്തിൽ സീനാത്തട വീടിൻ്റെ മുന്നിലാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ താണ്ടെ കൈലി കൊണ്ട് മറിച്ച രീതിയിലൊരു വീട്. നമുക്ക് അകത്തേക്ക് ഒന്ന് കയറിപ്പോയി നോക്കാം. ഇവിടുത്തെ കുറച്ച് അവസ്ഥകൾ. 15 വർഷമായിട്ട് ഓലപ്പുരയിൽ കഴിയുന്ന സീനാത്ത എന്ന് പറയുന്ന ഒരു രോഗിയായ സ്ത്രീയുടെയും അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ക്യാമറാമാൻ ജിത്തുലക്ഷ്മിയോടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീട് മൊത്തം ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാലഘട്ടത്തിലും 2024 കാലഘട്ടത്തിലും നിങ്ങൾ നോക്കണം, ഇത് ഓല വെച്ചാണ് ഈ പറയുന്ന വീടിൻ്റെ സൈഡ് ഭാഗമെല്ലാം കെട്ടിയിട്ടുണ്ടാവുന്നത്. ഈ വീട്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാത്ത ഉണ്ട്. സീനാത്തായിക്ക് മുട്ട് ചിരട്ട മാറ്റി വെച്ചതാണ്. സീനാത്തയുടെ കൈ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒന്ന് വന്നേ, ഈ കൈ ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ കൈ ഒന്ന് നോക്കിക്കേ, ഈ കൈയുടെ അവസ്ഥ നിങ്ങൾ കാണണം. മാത്രമല്ലാതെ ഈ വീട്ടിൽ ഈ ഒറ്റമുറി വീട്ടിൽ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ വീട്ടിനകത്തുനിന്ന് മണ്ണ് വാരി എടുക്കാൻ പറ്റുന്ന അവസ്ഥ എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിനകത്ത്, ഒരു വീടിനകമാണിത്, മണ്ണ് വാരി എടുക്കാൻ വീട്ടിനകത്തുനിന്ന്. ആലോചിച്ച് നോക്കി, ഈ വീടിന്റെ കഥവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതാണ്ട് ഏത് നിമിഷവും പൊളിഞ്ഞ് വീടാറായ കഥവ്. 11ഉം 13ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ളത്. അവർ കഴിയുന്ന വീടാ നിങ്ങൾ ആലോചിച്ച് നോക്കണതാ. നോക്കി, ഒറ്റ ചവിട്ടിന് തുറന്നു പോകുന്ന രീതിയിലുള്ള പ്ലൈവുഡ് വെച്ചിട്ടുള്ളതാ. കണ്ടോ, പ്ലൈവുഡ് വെച്ചിട്ടുള്ള കഥവുള്ള വീട്. ഇതിൽ സൈഡിൽ ജിത്ത് ഒന്ന് കയറി വന്നേ. ദയനീയമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സാക്ഷര കേരളത്തിൽ നടക്കുന്ന കാര്യം. ഇതാണ്ട് മറച്ചിരിക്കുന്ന കൈലി കൊണ്ട് ആരെങ്കിലും വന്നൊന്ന് കൈയിട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് കയറുന്ന രീതിയിൽ കൈലി കൊണ്ടിട്ട് ഈ പറയുന്ന ഓലപ്പുരയിൽ അവർ കഴിയുന്നത്. ഇതിന്റെയൊക്കെ അവസ്ഥ നമ്മുടെ ഗവൺമെന്റിന്റെ കുഴപ്പമാണ്. ഇവിടുത്തെ 15 വർഷമായിട്ട് ഇവർക്ക് പെര വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ അപ്പുറത്ത് തറ കെട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. തറ കെട്ടിയിട്ടുണ്ട്. ഈ 15 വർഷമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവിടെ മാറി ഭരിച്ചു പഞ്ചായത്ത്. പക്ഷെ അവർക്ക് വീട് കിട്ടിയില്ല. ഇത്താടെ അവസ്ഥകളിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നുണ്ട്. പിന്നെ ചോദിക്കൂടെ ഗ്രഹനാഥൻ, അദ്ദേഹം ഗൾഫിലായിരുന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ നാട്ടിലുണ്ട്. വാൽവിന് ബുദ്ധിമുട്ടായിട്ട് കട്ടിപ്പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പണി ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം രക്തം ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ പറയുന്ന സീനാത്തയുടെയും ഭർത്താവായിട്ടുള്ള നസീർ കാക്കിന് 2 മക്കളുള്ള, ഞാൻ പറഞ്ഞല്ലോ, 13ഉം അതുപോലെ 11 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. അവര് 4 പേരുടെ കഴിയുന്ന പെരയത്. ഈ പെരയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു മുറി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ അടുക്കള ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, കല്ലും മണ്ണുമാണ് പെരയ്ക്കകത്ത് കാണുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനത്തെ പെരയ്ക്കകത്ത് ഈ വന്ന കാലത്ത് താമസിക്കുമോ? നിങ്ങൾ താമസിക്കുമോ? ഞാൻ താമസിക്കുമോ? അവരുടെ ഗതികേട് കൊണ്ടല്ലേ ഇത് കഴിയുന്നത്. എന്നാലോചിച്ച് നോക്കി, ഈ ഗതികേടിന്റെ മുതലെടുത്ത് ഇവിടെ പല ആളുകളും വന്നിട്ട് വോട്ട് പിടിക്കുന്നില്ലേ? ചിന്തിക്കണം, പല ആളുകൾ വോട്ട് പിടിച്ചോണ്ട് പോകുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും വന്ന് വോട്ട് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. മന്ത്രിമാരുണ്ടാവുന്നുണ്ട്, MLA മാരുണ്ടാവുന്നുണ്ട്, MP മാരുണ്ടാവുന്നുണ്ട്. ആർക്കാ ഗുണം ഉണ്ടാവുന്നത്? കാശുള്ളവർക്കും സമ്പത്തുള്ളവർക്കും പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ ഇതുപോലത്തെ സാധുക്കൾക്ക്, ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു പാർപ്പിടമല്ലേ ചോദിക്കുന്നത്? അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ, അതുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് മന്ത്രിയായിട്ടെന്താ കാര്യം? എന്ത് പഞ്ചായത്ത് മെമ്പറായിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. ഇങ്ങോട്ട് വരുവാ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പെരയുടെ അവസ്ഥയാണ്. ഈ പറയുന്ന പ്രായപൂർത്തിയാവാത്ത 2 പെൺകുഞ്ഞുങ്ങളും ഈ പറയുന്ന കുടുംബവും താമസിക്കുന്ന വീട്. നോക്കിക്കേ, ഓലപ്പുരയാണ്. ഇവിടെ ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുക. ഇതിനകത്തേക്ക് പാമ്പും അതുപോലെ പഴുതാരയും കയറി നിരങ്ങുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അവിടെ ചോദിച്ചപ്പോൾ ഈ ഒരു മുറി എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ പ്ലൈവുഡ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുക. കാറ്റടിച്ചൊന്ന് വീണ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്തെങ്കിലും വലിയ ഈ അപ്പുറത്ത് കടലുണ്ട്, കടല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി വലിയ രീതിയിൽ കാറ്റോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഈ പെര മൊത്തം ഇടിഞ്ഞ് ഇവരുടെ തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ അന്നൊരു അനുശോചനം അർപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ആദരാഞ്ജലി പോസ്റ്റർ ഒട്ടിച്ച് ഭിത്തിയിലൊട്ടിക്കാനായിട്ടോ നമ്മൾക്ക് എല്ലാവർക്കും പറ്റും. അതുവരെ കൂടെ നിൽക്കാൻ എല്ലാവർക്കും പറ്റും. ആ സമയത്ത് വന്നിട്ട് റീത്ത് വെക്കാനും എല്ലാവർക്കും പറ്റും, ഫ്ലെക്സ് അടിച്ച് വെക്കാനും പറ്റും. അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന, ജീവിച്ചിരിക്കുമ്പോൾ കൂടെ നിന്നിട്ടേ കാര്യമുള്ളൂ. നമുക്ക് സീനാത്തോട് ചോദിച്ചു നോക്കാം. സീനാത്ത, സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, എങ്കിലും ചോദിക്കുക, സുഖമാണോ? വിഷമത്തിലായിരിക്കുന്നത് എൻ്റെ ഉമ്മയെ പോലെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. സീനാത്ത, ഇപ്പൊ നമുക്ക് വേണ്ട ഒരു വീടാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു 15 വർഷമായിട്ട് ബുദ്ധിമുട്ടില്ല, അപ്പുറത്തെ തറ കെട്ടിയിട്ടുണ്ട്. എന്താണ് ഈ പറയുന്നത്? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ഇവിടുത്തെ പോട്ടെ, മുഖ്യമന്ത്രിയോട് തന്നെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാം. എന്താ പറയാനുള്ളത്? ഇല്ലെങ്കിൽ കനിവുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. അതിപ്പോ ഈ പറയുന്ന ഗവൺമെന്റ് ആവണമെന്നില്ല, വ്യക്തികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, ഒരുപാട് നന്മ നിറഞ്ഞ ബിസിനസ്സുകാരുണ്ട്, ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം. വേറെ ഒന്നും കൂടെ ആവശ്യപ്പെടുന്നില്ല. ഒരു കോടികൾ വേണമെന്ന് പറയുന്നില്ല, അവർക്ക് വലിയ സൗധങ്ങളൊന്നും വേണമെന്നും കൊട്ടാരം വേണമെന്ന് പറയുന്നില്ല, വലിയ വാഹനങ്ങൾ വേണമെന്നൊന്നും പറയുന്നില്ല.
ഈ പറയുന്ന 4 പേർക്ക് ഈ ഇത്തായ്ക്കും ഭർത്താവിനും ആ 2 കുഞ്ഞുങ്ങളും പൊടി കുഞ്ഞുങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു ചെറിയ പാർപ്പിടം വെച്ച് കൊടുക്കണം. ദയവ് ചെയ്തിട്ട് ഇത്താ എന്താ പറയാനുള്ളത് പറഞ്ഞു. 15 വർഷമായി ഇതുപോലൊക്കെ പേസ്മെന്റ് കെട്ടിയിട്ടിട്ട് നുമ്പറന്മാര് വിളിച്ചാലും ഒരു കോള് പോലും എടുക്കൂല. ഞാൻ രാത്രി മഴ സമയത്ത് ഉണർന്നിരുന്നാണ് ഞാൻ നേരം വെളുപ്പിക്കുന്നത്. എന്നാലും രാത്രി കോള് വിളിച്ചാലൊന്നും എടുക്കൂല. കൈ എനിക്ക് ഈ അവസ്ഥയിലല്ലേ കൈ വേദന. ഇത് കുറച്ച് നാൾ മുമ്പ് വരെ തൊഴിലുറപ്പുകാർക്ക് ഞാൻ തൊഴിലുറപ്പ് ചെയ്താലും അവരെന്നെ സഹകരിച്ച് അവിടെ ഇരുത്തുന്നു. ഇനി എനിക്ക് ജോലി ചെയ്യുന്ന ഒരു ഉറപ്പും എനിക്കില്ല. സങ്കടപ്പെടണ്ട, നമ്മളൊക്കെ ഉണ്ട് കൂടെ. നന്മ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് കൂടെ. തീർച്ചയായിട്ടും ഇത് ഉന്നതത്തിലേക്ക് എത്തും. സഹായിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് ഇത് എത്തും. മുട്ട് ചിരട്ട മാറ്റി വെച്ചല്ലേ? ചിരട്ട 2 മുട്ട് മാറ്റി വെച്ച് ഇനി എനിക്ക് എന്നെ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് 2 പെൺമക്കളാണ്. അവരെ കയറ്റി കിടത്താൻ ഒരു വീട് വേണം. മക്കളിപ്പോ എന്താ എത്ര പഠിക്കുന്നു? മൂത്തോള് 8ലും മറ്റോള് 6ലും. ഉറപ്പായിട്ടും ഇത് ജനങ്ങളിലേക്ക് എത്തണം. നിങ്ങൾ ഏറ്റെടുക്കണം. ഇത് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിന് കേവലം എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുന്നു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ടോ അതുകൊണ്ട് തീരുന്നതല്ല ഒരു പ്രശ്നം. ഇവർക്ക് പാർപ്പിടം എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള കാര്യം. ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, ഒരാൾ വന്നിട്ട് കൈട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരു തീപ്പട്ടിക്കൊള്ളി ഉറച്ച് വീട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കത്തി ചാമ്പലായി പോകും. അന്ന് ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ഈ 4 പേരിനകത്ത് ഉണ്ടായിട്ട് അവരുടെ ജീവൻ കളഞ്ഞിട്ട് അവരുടെ ജീവൻ ഇല്ലാതായിട്ട് ഇവിടെ കിടന്നിട്ട് പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്നതിൽ ഒരു കാര്യമില്ല. ജനങ്ങൾ അതിനെ ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ കാണുന്നവർ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. വെളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബേസ്മെന്റ് കെട്ടിയിട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതാ ഇവിടെ ബേസ്മെന്റ് കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് ഈ തറ കെട്ടിയിട്ടേക്കാണ് കുറച്ച് നാളായിട്ട്, കുറച്ചധികം കാലമായിട്ട് തറ കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ അതിന് പറ്റുന്ന രീതിയിലേക്ക് ഈ വീട് അതിന്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇതാ മരങ്ങൾ ഇതിന്റെ മേളിലേക്ക് ചാഞ്ഞു നിൽപ്പുണ്ട്. ഈ നിൽക്കുന്ന ഈ മരമൊക്കെ ഒന്ന് എന്തെങ്കിലും കാറ്റടിച്ചിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടോ ഇതൊന്നും മറിഞ്ഞ് ഇതിന്റെ പുറത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ ആര് വന്ന് ഇതിന് സമാധാനം പറയും? ആര് വന്ന് സമാധാനം പറയും? ചോദിക്കാനും പറയാനും ആരുമില്ല. ഒന്നുമില്ലെങ്കിലും എനിക്ക് വോട്ട് ചോദിക്കാൻ വരുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ പ്രായപൂർത്തിയായ 2 പേരുണ്ട്. ഈ പറയുന്ന സീനാത്തായും ഭർത്താവും ഉണ്ട്. അവരുടെ വോട്ടെങ്കിലും പ്രതീക്ഷിച്ച് നിങ്ങൾ വന്നിട്ട് ഒരു വീട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതാ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. എന്റെ റിക്വസ്റ്റ് ആണ്. ആരും ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപാട് മന്ത്രിസഭ മാറി വരുന്നുണ്ട്. 15 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. 2 മന്ത്രിസഭ എന്തായാലും മാറി വന്നിട്ടുണ്ട്. അതല്ല പഞ്ചായത്ത് ഭരണം മാറി വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് അവർ തന്നെ പറയുന്നുണ്ട് പഞ്ചായത്ത് 2 തവണ മാറി വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഈ പറയുന്ന ജനപ്രതിനിധികളാണ്. നിങ്ങളല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഞാൻ വെക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ വീഡിയോ കാണുന്നത് കേവലം ഈ പറയുന്ന ശാർക്കര വില്ലേജിലോ അല്ലെങ്കിൽ ചെറങ്കീഴ് പഞ്ചായത്തിലോ തിരുവനന്തപുരം ജില്ലയിലോ മാത്രമല്ല, കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്മനസ്സുള്ള ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അവരിലേക്ക് ഇത് എത്തണം. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഇവർക്ക് നീതി കിട്ടുക തന്നെ വേണം. റിക്വസ്റ്റ് ആണ്, തള്ളിക്കളയൽ നിങ്ങൾ. അപ്പോൾ 2 മക്കളും. മോടെ പേരെന്താ? ഫാസില. മോടെ പേരോ? ഈ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ട് മക്കളെ വീട് വേണമെന്നല്ലേ? എല്ലാ കുട്ടികളും കളിയാക്കും. പിള്ളേർ കളിയാക്കും മക്കളെ? എന്ത് പറയും? വീടില്ലെന്ന് പറഞ്ഞു. സ്കൂളിൽ പോകുമ്പോഴോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചെറ്റപ്പുര എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഈ പ്രായം കഴിഞ്ഞാൽ മോളെത്തല്ല ഇനി 8ാം ക്ലാസ്സിലല്ലേ? പിള്ളേർ കൂടെ പഠിക്കുന്ന ഒരു കളിയാക്കിയിട്ടുണ്ട് ചെറ്റപ്പുര എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ മാറും ഉറപ്പായിട്ടും. ഈ വീഡിയോ കാണുന്നൊരു മോക്ക് ഞാൻ ഉറപ്പായിട്ടും പറയുന്ന മോളെ നമുക്ക് നല്ലൊരു വീട് വരും കേട്ടോ. വിഷമിക്കല്ലേ കേട്ടോ. ഓക്കെ ആയിട്ടിരിക്കട്ടെ. തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേറൊന്നും വേണ്ടിയിട്ടല്ല. ഈ അവസ്ഥകൾ മാറണം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതല്ലേ? എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ മക്കളോട് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ദയവ് ഇത് ഏറ്റെടുക്കണം. വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. താൽക്കാലിക വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്വാഫ് സൈനിങ് ഔട്ട്.